അർച്ചന, ഇത് നിന്റെ ഭാര്യയാണോ? ആ അതെ. ഉടനെ അങ്ങെത്തും, അത് മാത്രം പറഞ്ഞാ മതി. അതിൽ കൂടുതല് നീ ഒന്നും പറയാൻ നിക്കണ്ട. അവള് പറയുന്നത് കേൾക്കാനും നിക്കണ്ട, മനസ്സിലായോ? കോള് കട്ടായല്ലോ. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ഇനിയും വിളിക്കും. ആ ദേ വിളിച്ചല്ലോ. സ്നേഹമുള്ളവള് തന്നെയാ. ഹലോ. ആ ഹലോ സച്ചേട്ടാ, എവിടെയാ? ഞാൻ 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 ഉടനെ എത്തും. സച്ചേട്ട്, ഹലോ. എടാ അവൻ ഇതുവരെ വന്നില്ലേ മോളെ? ഞാൻ വിലക്കിയിട്ടും കേൾക്കാതെ അവൻ ഓഫീസിലേക്ക് പോയി. നേരത്തെ വരുമെന്ന് ഞാൻ കരുതി, അതുകൊണ്ടായില്ല. രാത്രി എപ്പോഴാണെന്ന് വെച്ചാ വന്നാ നീ അവനോട് പറയണം, എതിർപ്പൊക്കെ മാറ്റി നാളെ ഈ വിവാഹത്തിന് പങ്കെടുക്കണമെന്ന്. അവനെയും സന്ദീപിനെയൊക്കെ സ്നേഹ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഈ വീട്ടിലെ അവസാനത്തെ വിവാഹം ഇത്. എൻ്റെ മക്കളെല്ലാം അതിലുണ്ടാവണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എനിക്ക്. അവനോട് പറഞ്ഞേക്കത്. മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ.
സാർ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നു. അവനെ സാറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ ഞാൻ വീഡിയോ കോൾ ചെയ്തേ. ധനുഷ്, എന്താ സ്നേഹം? എന്താ ഒരു വെപ്രാളം പോലെ? എന്ത് വെപ്രാളം? എനിക്കൊരു വെപ്രാളം ഇല്ല. എന്താ സ്നേഹം? എന്തിനാ എന്റെ പുറകെ വന്നത്? അവിടെ എല്ലാരും ധനുഷിനെ അന്വേഷിക്കുന്നുണ്ട്. അകത്തേക്ക് വാ. ഞാൻ വന്നേക്കാം, താൻ അകത്തേക്ക് പൊയ്ക്കോ. വേഗം വരണേ. എന്താണ് ഒറ്റയ്ക്കൊരു ആലോചന? നാളെ നടക്കാൻ പോകുന്ന നിന്റെ ആദ്യ രാത്രിയെക്കുറിച്ച് ആലോചിച്ച് പുളകം കൊണ്ട് നിൽക്കുകയാണോ? അതിനേക്കാളൊക്കെ പുളകം കൊള്ളിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് നിൽക്കുവാൻ ഞാൻ. ബോധമില്ലാതെ നമ്മുടെ ആളുകളുടെ കയ്യിൽ സച്ചി സുരക്ഷിതനായിരിക്കുന്ന കാഴ്ച ഇപ്പോ ഫോണിൽ വീഡിയോ കോൾ വഴി കാണിച്ചു തന്നതേ ഒളിപ്പിച്ചു. ഇനി നാളെ ഈ വിവാഹം കഴിയുന്നതുവരെ അവൻ പുറംലോകം കാണില്ല. നീ എനിക്ക് തന്ന വാക്ക് പോലെ ഈ വിവാഹം എതിർക്കാൻ പോകുന്ന എല്ലാവരെയും പല പല സ്ഥലത്തായി നീ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ സ്വസ്ഥമായിട്ട് എനിക്ക് സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടാം. പക്ഷേ ശിങ്കിടികളെ മാത്രമേ നമ്മൾ ഒതുക്കിയിട്ടുള്ളൂ. നേതാവ് ഇപ്പോഴും ഒരു പോറൽ പോലും പറ്റാതെ ഈ വീടിനകത്തുണ്ട്. അതിന് എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? അതിനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. സച്ചിയെ കാണാനില്ലെന്ന വാർത്ത കാട്ടുതീ പോലെ പടരുന്നതോടെ ഈ വിവാഹത്തിന്റെ കാര്യം തന്നെ അവൾ മറന്നോളും. കൂടപ്പിറപ്പായ അനൂപിന്റെ അപകടവും ആതിരയുടെ സർജറിയൊക്കെയായി പകുതി മരിച്ച അവസ്ഥയിലുള്ള അർച്ചനെ സച്ചിയുടെ മിസ്സിങ്ങിലൂടെ മുഴുവനായിട്ട് കൊല്ലാൻ പോവാ നമ്മള്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മകനെ കാണാനില്ല എന്ന സെന്റിമെന്റ്സിൽ സേതുമാധവനും അനിയനോടുള്ള സെന്റിമെന്റ്സിൽ നന്ദനും ഈ വിവാഹം തൽക്കാലം വേണ്ട എന്നൊരു തീരുമാനത്തിലെത്താം. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ മാത്രം മതി. സച്ചി കൂടി ഇല്ലാത്ത അവസ്ഥയിൽ ചിലപ്പോ വിവാഹം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ രണ്ടും ചെയ്തതെല്ലാം വേസ്റ്റ്. ജോത്സ്യം പറഞ്ഞതല്ലാതെ മറ്റൊരു വലിയ കാരണം കണ്ടുപിടിക്കണം. ഈ പ്രതിസന്ധിയിലും ഈ വിവാഹം നടത്തൂ എന്ന് തീരുമാനിക്കുന്ന എന്തെങ്കിലും ഒരു വലിയ കാരണം. എടുത്തി സന്ദീപേ, നീ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? ആ അതെ എടുത്തി, ഹോസ്പിറ്റലാ. സച്ചിൻ അവിടെ വന്നായിരുന്നോ? ഇല്ല. അവിടെ വന്ന് നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വരാന്നാ എന്നോട് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞതാ ഏട്ടത്തി.
എഴുതി വെക്കേ. ഞാൻ സച്ചിനോട് ഒന്നുകൂടി വിളിച്ചു പറയാം. ഞാൻ വരുന്നില്ലെന്നും എന്നെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടെന്നും. number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഹലോ, ആരാ അവിടെ? എന്നൊന്ന് അഴിച്ചുവിട്, അഴിച്ചുവിട്. മര്യാദക്ക് എന്നെ അഴിച്ചുവിടാനാ പറഞ്ഞേ. എന്നെ അഴിച്ചുവിടാൻ, അഴിച്ചുവിട്. നല്ല ബഹളമാണല്ലോ ഇവൻ. അഴിച്ചുവിടാൻ. അവൻ അവിടെ കിടന്ന് ബഹളം വെക്കട്ടെ. ആരാ? ആരും മൈൻഡ് ചെയ്യാൻ പോണ്ട. ആരുമില്ല അവിടെ. എന്നെ ഒന്ന് അഴിച്ചുവിടാൻ. ആരാ നിങ്ങള്? എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നത്? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഇവൻ എന്തൊരു അലർച്ചയാ. അവൻ അലർട്ടെ. അഴിച്ചുവിട്. തൊണ്ട പൊട്ടുന്ന രീതിയിൽ അലർട്ടെ. അഴിച്ചുവിടാൻ. എത്ര അലറി വിളിച്ചാലും ആരുമില്ല അവിടെ. ഈ പരിസരം വിട്ട് അവന്റെ ശബ്ദം പുറത്തു പോവില്ല. നിലവിളിച്ച് തളരുമ്പോ അഴിച്ചുവിട്. അവനായിട്ട് തന്നെ നിർത്തിക്കൊള്ളു. ആരുമില്ലേ? ഹലോ, എവിടെയെന്നറിയില്ല. ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ അവനിത് എവിടെ പോയി? നിന്നോടൊന്നും പറഞ്ഞില്ലേ അവൻ? വേഗം എത്തുമെന്ന് മാത്രം അവസാനമായിട്ട് പറഞ്ഞത്. അപ്പൊ തന്നെ കോള് കട്ടായി. പിന്നെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നല്ലാതെ മറ്റൊന്നും അറിയില്ല. അവൻ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചതാവും. നാളെ നേരം വെളുത്താൽ അവന്റെ പെങ്ങളുടെ വിവാഹം. അവന് താല്പര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയല്ലേ എതിർപ്പ് കാണിക്കാൻ പറ്റൂ? ഞാനും നന്ദനും മാറി മാറി പറഞ്ഞതാ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടെന്ന്. ഇന്നും നാളെയും അവിടുന്ന് കിട്ടുന്ന ലാഭം എനിക്ക് വേണ്ട. അങ്ങനെ പണത്തിനോട് ആർത്തിയുള്ളവരല്ല ഞാനും ഇവിടെയുള്ളവരും. സ്വന്തം പെങ്ങളുടെ വിവാഹത്തെക്കാൾ അവന് വലുത് ഓഫീസാ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കളിച്ച് കളിച്ച് മറ്റുള്ളവരുടെ സമാധാനം കളയുന്ന രീതിയിലേക്കായി കാര്യങ്ങള്. നന്ദ, ഓഫീസിലെ ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചോ? ഞാൻ വിളിച്ചപ്പോൾ ഓഫീസിൽ നിന്ന് അവൻ വൈകിട്ട് ഇറങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞത്. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോയതാണെങ്കിലോ? ഒന്നുകൂടി വിളിക്ക്. ആ, ഞാൻ വിളിച്ചു നോക്കാം അച്ഛാ. ഹലോ, സച്ചി അവിടെ ഉണ്ടോ? എപ്പോ? ഏയ്, ഒന്നുമില്ല. അവൻ വരികയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് വിളിക്കാൻ പറയണം. ശരിയെന്നാ. അവനവിടെ ചെന്നിട്ടില്ലെന്ന്. ഞാൻ വിളിച്ചപ്പോ കാറിലായിരുന്നു. സന്ദീപിനെയും കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്.
മറ്റെവിടേക്കെങ്കിലും പോയാലും എന്നോട് പറയാതെ സച്ചേട്ടൻ പോവില്ല. എനിക്ക് ഉറപ്പാത്. ഇതങ്ങനെയൊന്നും അല്ല. സച്ചേട്ടൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ വിളിക്കാതിരിക്കില്ല. അർച്ചനേട്ടത്തി, എന്താ ഇത്? സച്ചേട്ടന്റെ ഫോൺ എന്തെങ്കിലും കാരണം കൊണ്ട് ഓഫ് ആയതായിരിക്കും. വിഷമിക്കാനൊന്നുമില്ല, സച്ചേട്ടൻ വരും. ആ അതെ, എനിക്കും അതാ തോന്നുന്നേ. ഓഫീസിൽ നിന്ന് ഇവിടെ വരെ വരുന്നതിനിടയില് അവൻ എവിടെ പോവാനാ? അല്ലെങ്കിൽ തന്നെ ഇന്നും വരികയും പോവുകയും ചെയ്യുന്ന വഴിയില്ലേ? അതിനിടയ്ക്ക് അവനൊന്നും സംഭവിക്കില്ല. അർച്ചന വിഷമിക്കാതിരിക്കെ. അർച്ചന മാഡം പറഞ്ഞതുപോലെ എന്തെങ്കിലും അപകടം നടന്നാൽ തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് എപ്പോഴേ കാര്യം പറഞ്ഞേനെ. ഈ പേടിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അവൻ ഇങ്ങോട്ട് വരുമെന്നും എനിക്കുറപ്പുണ്ട്. എന്റെ പ്രശ്നം അതല്ല. ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കാതെ പോയതുകൊണ്ടാ. ഇനി വരുന്ന വഴിക്ക് മറ്റെന്തെങ്കിലും തിരക്കായെങ്കിൽ തന്നെ അതൊക്കെ മാറ്റിവെച്ചിട്ട് വരേണ്ടവനല്ലേ അവൻ. ഇന്ന് അവനല്ലേ നന്ദനോടൊപ്പം ഇവിടെ നിന്ന് എല്ലാം ചെയ്യേണ്ടത്. ഇളയ മോന് വാശി, രണ്ടാമത്തവൻ എന്താണ് പറ്റിയെന്ന് അറിയില്ല. ഇവരെല്ലാരും കൂടി ആരെ തോപ്പിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത്? എന്നെയോ അതോ നന്ദനയും സ്നേഹയോ? അച്ഛൻ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. സച്ചി തിരികെ വരുമെന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്. അവൻ തിരികെ വരികയും ചെയ്യും. അർച്ചന ഇങ്ങനെ കരയരുത്. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. പിന്നെ ഇത്തവണ അർച്ചനോട് പറയാൻ പറ്റി കാണില്ല. അത്രേ ഉണ്ടായിട്ടുണ്ടാവൂ. എന്നെ സമാധാനിപ്പിക്കാനായിട്ട് നിങ്ങളൊന്നും പറയണ്ട. മറ്റാരേക്കാളും എന്റെ സച്ചേട്ടനെ എനിക്കറിയാം. വേഗം എത്തുമെന്ന് പറഞ്ഞ ആള് ഇതുവരെ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഒന്ന് അന്വേഷിക്കും എന്റെ സച്ചേട്ടൻ എന്താ പറ്റിയെന്ന്. ഏട്ടത്തി വെറുതെ ഓരോ പേടിയോണ്ട് പറയുന്ന അച്ഛ. ഏട്ടൻ ഉടനെ തിരിച്ചു വരും. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവാഹത്തിന് സച്ചേട്ടന് താല്പര്യമില്ലല്ലോ. അപ്പോ ആളുകളൊക്കെ ഓരോന്ന് ചോദിക്കുന്ന പേടിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ ടെൻഷൻ ആവാതെ മുറിയിൽ പോയിരിക്കെ. സച്ചേട്ടൻ വരുമ്പോ ഞാൻ വന്ന് അച്ഛനോട് പറയാം. നന്ദാ, സച്ചി വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. അത് എത്ര പാതിരാത്രി ആയാലും ശരി. പറയാച്ച. സർ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സച്ചി സാർ ഇന്ന് രാത്രി വരില്ല. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. ധനുഷ് എന്തായി പറഞ്ഞു വരുന്നത്? പറയാം സർ. ഞാൻ പറയുന്നത് ചിലപ്പോൾ സാറിന് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. എങ്കിലും സത്യം അതാണ്. എൻ്റെ സ്നേഹയുടെ വിവാഹം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നവരാ സച്ചി സാറും സന്ദീപ് സാറും അർച്ചന മാഡമൊക്കെ. എന്നെ കള്ളക്കേസിൽ കുടുക്കിയതുൾപ്പെടെ അവർ പലതും ചെയ്തു കഴിഞ്ഞു. അതൊക്കെ വിജയിക്കാത്തത് കൊണ്ട് അവരുടെ പുതിയ പദ്ധതിയായത്. സന്ദീപ് സാറിന് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നും ആതിര മാഡത്തിന്റെ പ്രസവം കഴിയുന്നതുവരെ വിവാഹം നീട്ടിവെക്കണമെന്നും സച്ചി സാറും അർച്ചന മാഡവും ആവതും പറഞ്ഞു നോക്കി. ജോത്സ്യം പറഞ്ഞ പ്രകാരം അത് നടക്കില്ലെന്നായപ്പോ
നമ്മൾ എത്ര പറഞ്ഞിട്ടും സന്ദീപ് സാർ ഇന്ന് വന്നിട്ടില്ല. സച്ചി സാറ് മനഃപൂർവ്വമായിട്ട് ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പൊ കാണാനില്ലെന്നും എന്തോ അപകടം പറ്റിയെന്നും ഒക്കെ അർച്ചന മാഡം വന്ന് കരഞ്ഞു പറയുന്നു. ഇതൊക്കെ അവരെല്ലാം ചേർന്ന് കളിക്കുന്ന ഡ്രാമയാണ് സർ.